അമ്മയിലെ തർക്കങ്ങൾ ഇങ്ങനെയൊന്നും തീരുന്നില്ല. ഓരോ ദിവസം കടന്നു പോകുമ്പോഴും ഈ തർക്കങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് ഈ അമ്മയിലെ, ഈ താരസംഘടനയായ അമ്മയിലെ ഈ തർക്കങ്ങളുടെ പിന്നിൽ സംഘപരിവാർ ഇടപെടലുകൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. സംഘടനയെ സാമുദായികമായി ചേരിതിരിക്കുവാനും അതിന് കോർപ്പറേറ്റുകളെ ഉപയോഗിക്കുവാനും ചിലർ ശ്രമിച്ചു എന്നാണ് വ്യക്തമാകുന്നത്. ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് ശ്വേതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയതോടെയാണ് ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വന്നിരിക്കുന്നത്. അർച്ചന തയ്യാറായിട്ടുണ്ട്. നമുക്ക് അർച്ചനയിലേക്ക് തന്നെ പോകാം. അർച്ചന, നോക്കൂ, ഈ താരസംഘടനയായ അമ്മയിലെ വാർത്തകൾ എപ്പോഴും തന്നെ സജീവമായി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. പ്രേക്ഷകർ അല്ലെങ്കിൽ മലയാളികൾ എല്ലാവരും തന്നെ അതിൽ എന്താണ് സംഭവിക്കുക എന്ന് അറിയാൻ ആകാംക്ഷയുള്ളവരുമാണ്. പ്രത്യക്ഷത്തിൽ അവരെ ബാധിക്കുന്ന വിഷയമല്ല എങ്കിൽ കൂടിയും ഇപ്പോഴിതാ വരുന്ന വാർത്ത എന്ന് പറയുന്നത് ഈ ഒരു സംഘടനയിൽ പോലും തങ്ങളുടേതായ ഇടപെടലുകൾ നടത്തുവാൻ സംഘപരിവാർ തയ്യാറായിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഇടപെടലാണ് ഇത്തരത്തിലുള്ള സാമ്പത്തികമായ പ്രശ്നങ്ങളിലേക്കും ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചേരിതിരിവിലേക്കുമൊക്കെ ഈ സംഘടനയെ കൊണ്ടുചെന്ന് എത്തിച്ചത് എന്ന ഗുരുതരമായ വിവരമാണ് പുറത്തു വരുന്നത്. എന്താണ് യാഥാർത്ഥ്യം? എങ്ങനെയാണ് ഈ ഒരു വെളിപ്പെടുത്തലിലേക്ക് എത്തിയത് കാര്യങ്ങൾ? അമ്മയിലെ തർക്കവുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമാണ് എന്നാണ് നമ്മൾ ആദ്യം കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. അതിനൊരു ഗുരുതരമായ സ്വഭാവം വന്നു ചേരുകയാണ്. അതിലേറ്റവും പ്രധാനമായും രാഷ്ട്രീയമായൊരു മാനം അല്ലെങ്കിൽ രാഷ്ട്രീയ ഇടപെടൽ ഈ അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്ന് ഞെട്ടിക്കുന്നൊരു സംഭവം തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. അത് കഴിഞ്ഞ ദിവസം മാലാപാർവതിയും ഒപ്പം അൻസിബ ഹസനൊക്കെ പത്രസമ്മേളനം വിളിച്ചപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൽ തുറന്ന് പറയുകയും ചെയ്തിരുന്നു. അതിനു മുന്നേ തന്നെ ഈ ദല്ലാൽ നന്ദകുമാർ ഈ അമ്പലത്തിൻ്റെ പേരിൽ അമ്മ സംഘടനയ്ക്ക് സംഭാവന നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരമൊരു ബി.ജെ.പി. ഫണ്ട് ഇത്തരത്തിൽ അമ്മ സംഘടനയിലേക്ക് എത്തി എന്നൊരു ആരോപണം ഉയർന്നു വന്നത്. അതിനുശേഷമാണ് ഈ മാലാപാർവതി അൻസിബയും മാധ്യമങ്ങളെ കണ്ട് ചില കാര്യങ്ങൾ, അതായത് പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മറ്റ് ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയും ചെയ്തത്. അതായത് ബി.ജെ.പി. നേതാവിൻ്റെ ഒരു വെളിപ്പെടുത്തലാണ് ശ്വേതാ മേനോനുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഇവർ പ്രധാനമായും പറയുന്നത് ശ്വേത ഇത്തരത്തിൽ അംബാനിയുടെയും അദാനിയുടെ കയ്യിൽ നിന്ന് ഫണ്ട് വാങ്ങാൻ അവർക്ക് അനുവാദമുണ്ടായിരുന്നു. അതിൽ പലരും തടസ്സം നിന്നു. ഈ അദാനിയുടെ ഈ പല ഫണ്ടുകൾ, അതായത് ഈ വീട് വെച്ച് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ട്, മറ്റ് ഫണ്ടുകൾ അവർക്ക് ഇത്തരത്തിൽ ഈ അമ്മ സംഘടനയിലേക്ക് എത്തുമായിരുന്നു. പക്ഷേ അതിൽ പലരും ഇത്തരത്തിൽ സമ്മതിക്കാതെ വന്നു എന്നാണ് ഈ വെളിപ്പെടുത്തൽ പറയുന്നത്. പത്മജ മേനോനാണ് ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായും ഇപ്പോൾ അതിൽ സുരേഷ് കൂടി എത്തുകയാണ്. അതിനെ പിന്തുണച്ചുകൊണ്ട് ശ്വേതാ മേനോൻ ഒരു മോദി ഭക്തയാണ്. അവർക്ക് ബി.ജെ.പിയുമായി ബന്ധമില്ല എന്ന് പറയുമ്പോഴും ഒരു മോദി ഭക്തയാണ്, ദേശീയവാദിയാണ് എന്നൊക്കെ പറഞ്ഞ് അവർക്ക് പിന്തുണ നൽകിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു ഇന്നലെ ഒരു പ്രസംഗം അദ്ദേഹം നടത്തിയത്. ഇതോടുകൂടിയാണ് കൂടുതൽ രാഷ്ട്രീയ ഇടപെടൽ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും ബി.ജെ.പിയുടെ ഇടപെടൽ അല്ലെങ്കിൽ ബി.ജെ.പിയുടെ ഫണ്ട് എത്തിയിട്ടുണ്ട് എന്ന് ഒരു പക്ഷം നേരത്തെ തന്നെ ആരോപിച്ചതായിരുന്നു. അതാണ് ഈ സംഘടനയുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക തർക്കങ്ങൾക്ക് തുടക്കമുണ്ടായത്. അത് അൻസിബ തന്നെയാണ് അത്തരം കാര്യങ്ങൾ ഇവിടെ പാടില്ല, അല്ലെങ്കിൽ മതസംഘടനകളുടെ ഫണ്ട് ഇവിടെ വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ് രംഗത്തെത്തിയത്. ഇപ്പോൾ അത് ബി.ജെ.പിയുടെ ഫണ്ടാണ് എന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. അതിലേറ്റവും പ്രധാനമായും 2020യുമായി ബന്ധപ്പെട്ട് അമ്മ സംഘടനയിലെ പല താരങ്ങളും മത്സരിക്കാൻ ഇറങ്ങിയിരുന്നു. അതിലൊക്കെയാണ് ഇത്തരത്തിൽ, അതായത് ശ്വേതാ മേനോനാണ് അവരെ ഇത്തരത്തിൽ ഈ ഫണ്ടൊക്കെ വാങ്ങി ഈ മത്സരത്തിന് അവരെ ഇറക്കിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ശ്വേതാ വിരുദ്ധ പക്ഷം ഇതുമായി ബന്ധപ്പെട്ട് ആരോപിക്കുന്നത്. അതോടുകൂടിയാണ് ഇതിൻ്റെ ബി.ജെ.പിയുടെ പങ്ക് വ്യക്തമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ എസ് സുരേഷ് കൂടി രംഗത്തെത്തുന്നതോടുകൂടി, അതായത് ശ്വേതാ മേനോനെ പിന്തുണച്ചുകൊണ്ട് എത്തുന്നതോടുകൂടി അതിൻ്റെ കാര്യങ്ങൾ വ്യക്തമാവുകയാണ്. അതായത് രാഷ്ട്രീയ ഇടപെടൽ വ്യക്തമാകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്നാലും അമ്മ സംഘടന വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. അതിൽ ശ്വേതയുടെ ഈ ബി.ജെ.പി. ബന്ധവും ഒപ്പം ബി.ജെ.പി. ഫണ്ട് വാങ്ങിയെന്ന ആരോപണവും ഒക്കെയാണ് പ്രധാനമായും മുൻനിർത്തുന്നത്. അത് മാലാപാർവതിയും അൻസിബ ഹസനൊക്കെ അതിനുള്ള തെളിവ് സഹിതം തന്നെയാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ ഇക്കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്തത്. എന്തായാലും ബി.ജെ.പി. ഇടപെടൽ വലിയ വിവാദമാകുകയാണ്. അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗം ഇതിനെതിരെ രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതിലൊക്കെ എന്ത് തീരുമാനമെടുക്കുന്നു, അല്ലെങ്കിൽ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഇപ്പോൾ തുടരുകയാണ്. എന്തായാലും വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് ഈ സംഘടന പോവുകയും ചെയ്യുന്നത്. സിന്ധൂരി.